പത്തരമാറ്റിൻ്റെ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവ്യാനും ഞാനീ അടുപ്പത്തിലാണെന്നും ഇരുവരും താങ്കളെ പറ്റിക്കുകയാണെന്ന യാഥാർത്ഥ്യം ആദർശം മനസ്സിലാക്കുന്നുണ്ട്. സത്യമെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അത് താങ്ങാനാകാതെ ആകെ സങ്കടത്തിലാണ് ആദർശ് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അനി അങ്ങോട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, അല്ല ആദർശേട്ടന് ഇതെന്ത് പറ്റി? ഇത്രമാത്രം സങ്കടപ്പെട്ട് ആദർശേട്ടനെ ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് അനി. ഏട്ടൻ എന്തെങ്കിലും സങ്കടമുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറ, ഏട്ടൻ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയാറുള്ളതല്ലേ എന്നൊക്കെ പറയുകയാണ് അനി നിർബന്ധിക്കുന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ട്, അനി എനിക്കൊരു സങ്കടമുണ്ട്, അതെനിക്ക് ഒട്ടും താങ്ങാൻ കഴിയാത്തൊരു കാര്യമാണ്. നിൻ്റെ ഏട്ടത്തി നയന എന്നോട് ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഇത്ര കാലം നയന എന്നെ കബളിപ്പിക്കുകയാണെന്ന യാഥാർത്ഥ്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. എല്ലാ കാര്യവും എന്നോട് തുറന്നു പറയുന്ന ആളായിരുന്നു നിൻ്റെ ഏട്ടത്തി. ഇപ്പോൾ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. നയനയുടെ ഈ മാറ്റം എനിക്ക് ഒരിക്കലും താങ്ങാൻ കഴിയില്ല എന്ന് ആദർശ് പറയുന്ന സമയത്ത് അനി പറയുന്നുണ്ട്, എന്താ ഏട്ടാ കാര്യം? ഏട്ടത്തി എന്ത് തെറ്റ് ചെയ്തു എന്നാണ് ഏട്ടൻ പറയുന്നത്? ഏട്ടത്തി അങ്ങനെ ചെയ്യുന്ന ആളല്ല എന്നൊക്കെ പറയുകയാണ് അനി. അതെ അനി, നിൻ്റെ ഏട്ടത്തി അങ്ങനെ ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും ചെറിയച്ഛൻ്റെയും ഒക്കെ ആഗ്രഹം എന്തായിരുന്നു? അവരുടെ എല്ലാം ഏറ്റവും വലിയ ആഗ്രഹം അമ്മയും നയനയും ഒന്നിക്കുക എന്നതാണ്. പക്ഷേ അനി, അതെന്നെ സാധിച്ചു കഴിഞ്ഞു. നമ്മളെയെല്ലാം കബളിപ്പിച്ചുകൊണ്ട് അവർ രണ്ടുപേരും എന്നെ ഒന്നായി കഴിഞ്ഞു. അവർ രണ്ടുപേരും ചേർന്ന് നമ്മളെ എല്ലാവരെയും കബളിപ്പിക്കുകയായിരുന്നു എന്നൊക്കെ ആദർശ് പറയുന്ന സമയത്ത് അനിക്കൊരു നെട്ടലായിരുന്നു. എന്നാലും സന്തോഷത്തോടു കൂടി അനി പറയുന്നുണ്ട്. അനി ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടൻ പറഞ്ഞത്? നയനേടത്തിയെ വല്യമ്മ സ്നേഹിച്ചു തുടങ്ങിയെന്നോ? ആദർശേട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അത് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് വല്യമ്മയും ഏട്ടത്തെയും ഈ കാര്യം ഞങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അനി. അത് കേട്ട് ആദർശ് പറയുന്നുണ്ട്, അതേ അനി, ഞാൻ എല്ലാ കാര്യവും നമ്മളിൽ നിന്ന് മറച്ചു വെച്ചു. അങ്ങനെ അവർ ഒന്നായിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മൾ തന്നെയല്ലേ? എന്നിട്ട് അവർ ഒന്നായ കാര്യം നമ്മളോടൊന്നും പറയാതെ ശത്രുക്കളോടെന്ന പോലെ എല്ലാ കാര്യവും നമ്മളിൽ നിന്ന് മറച്ചു വെച്ചു എന്നൊക്കെ പറയുകയാണ് ആദർശിൻ്റെ സങ്കടം കണ്ടുകൊണ്ട് അനി പറയുന്നുണ്ട്, ഏട്ടത്തി ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. ഏട്ടത്തി ആ കാര്യം മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടായിരിക്കും. അല്ലാതെ ഏട്ടത്തി ഒരിക്കലും നമ്മളിൽ നിന്ന് ഈ കാര്യം ഒരിക്കലും മറച്ചു വെക്കുകയൊന്നുമില്ല. ഇനി വല്യമ്മ നിർബന്ധിച്ചിട്ടായിരിക്കുമോ ഏട്ടത്തി ഇക്കാര്യം നമ്മളോടൊന്നും പറയാത്തത് എന്നൊക്കെ പറയുകയാണ് അനി. അത് കേട്ട് ആദർശ് പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല അനി, അമ്മ പറയണ്ട എന്ന് പറഞ്ഞ കാര്യം പോലും ഞാൻ എന്നിൽ നിന്ന് മറച്ചു വെക്കാറില്ല. അവൾക്ക് എന്നോട് സത്യമെല്ലാം പറഞ്ഞിട്ട് അമ്മയുടെ മുന്നിൽ അത് ഭാവിക്കേണ്ട എന്ന് പറഞ്ഞാൽ പോരെ? അവൾ പറഞ്ഞതുപോലെ തന്നെയായിരിക്കും ഞാൻ കേൾക്കുക. അമ്മയോട് ഇക്കാര്യം ഒരിക്കലും ഞാൻ തുറന്നു പറയില്ലായിരുന്നു. അത് അവൾക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഈ ഒരു സന്തോഷ വാർത്ത അവൾ നമ്മളിൽ നിന്ന് മറച്ചു വെക്കുകയായിരുന്നില്ലേ എന്നൊക്കെ ആദർശ് പറയുന്ന സമയത്ത് അനി പറയുന്നുണ്ട്. അത് കേട്ട് അനി പറയുന്നുണ്ട്, ഏട്ടത്തി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഏട്ടത്തിയുടെ മനസ്സ് ഏട്ടനെ അറിയാത്തത് കൊണ്ടാണ്, ഏട്ടത്തിൻ്റെ നിവൃത്തിക്കേട് കൊണ്ടായിരിക്കും കാര്യങ്ങളൊന്നും തുറന്നു പറയാത്തത് എന്നൊക്കെ പറയുകയാണ് അനി. ആദർശ സത്യങ്ങൾ മനസ്സിലാക്കിയെന്നോ ആലോചിച്ച് നയന വല്ലാത്ത സങ്കടത്തിലാണ്. ആ സമയത്ത് നയനയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആശ്വസിപ്പിക്കുന്ന സമയത്ത് നയന പറയുന്നുണ്ട്, ആദർശയുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞാൽ ഒരിക്കലും എന്നോട് പൊറുക്കില്ല. കുറേ അധികം കാലത്തിന് ശേഷമാണ് ആദർശയുടെ പയ്യെ എന്നെ സ്നേഹിച്ചു തുടങ്ങിയത്. അതൊക്കെ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി അമ്മയും ഞാനും ഒന്നായ കാര്യം ആദർശേട്ടനോട് മറച്ചു വെച്ചു എന്നറിഞ്ഞാൽ ആദർശേട്ടൻ എന്നോട് വലിയ വെറുപ്പായിരിക്കും. ഒരുപാട് തവണ ആദർശേട്ടൻ എന്നോട് ചോദിച്ചതാണ് അമ്മയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നോ എന്ന്. അന്നേരം ഞാൻ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞ് ആദർശേട്ടനിൽ നിന്ന് ഒഴിഞ്ഞു മാറി. അമ്മേ, ഇതൊന്നും വേണ്ടായിരുന്നു, എല്ലാ സത്യങ്ങളും എല്ലാവരോടും പറയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ പൊട്ടിക്കരയുകയാണ്. അത് കേട്ട് ദേവ്യാനി പറയുന്നുണ്ട്, അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത്? അവർക്ക് മാത്രം എല്ലാ സത്യങ്ങളും മറച്ചു വെച്ച് നടന്നാൽ മതിയോ? മോളാണ് എനിക്ക് കരൾ തന്നത് എന്ന സത്യം അവരെല്ലാവരും കൂടി എന്നിൽ നിന്ന് മറച്ചു വെക്കുകയായിരുന്നില്ലേ? മോള് പോലും അത് പറയേണ്ട എന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നില്ലേ? അതുകൊണ്ട് മോള് ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേവ്യാനി സമാധാനപ്പെടുത്തുന്ന സമയത്ത് ഞാൻ പൊട്ടിക്കരയുകയാണ്. ഏതായാലും ആദർശയുടെ സത്യങ്ങളെല്ലാം അറിഞ്ഞാൽ എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പൊട്ടിക്കരയുകയാണ്. അങ്ങനെ ഞാൻ സങ്കടപ്പെട്ട് പൊട്ടിക്കരയുന്നത് കണ്ട് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല ദേവ്യാനിക്ക്. അത് കേട്ട് ദേവ്യാനി പറയുന്നുണ്ട്, മോൾ അത് ഓർത്ത് വിഷമിക്കേണ്ട. മോളുടെ കൂടെ എന്ന് കൂട്ടായിട്ട് ഈ അമ്മയുണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ പിണക്കമെല്ലാം ഈ അമ്മ മാറ്റി തരും. ആദർശിന് മോളോട് അധിക കാലം പിണങ്ങി നിൽക്കാൻ കഴിയില്ല. അപ്പോഴത്തെ ദേഷ്യത്തിൽ അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവൻ്റെ മനസ്സിൽ അവനൊന്നും വെക്കില്ല. മോളോട് ആദർശ് മോന് അത്രയും സ്നേഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ദേവ്യാനി. അങ്ങനെ അന്ന് രാത്രി ആദർശിനുള്ള ചായയുമായിട്ട് നയന അകത്തേക്ക് വരുന്നുണ്ട്. ആദർശ് നയനെ കണ്ട ഭാവം പോലും നടിക്കുന്നില്ല. അങ്ങനെ ആദർശ് നയനെ അവഗണിക്കുകയാണ്.
ആദർശയുടെ ചായ എന്ന് പറയുന്ന സമയത്ത് ഞാൻ എന്നോട് ദേഷ്യപ്പെടുകയാണ് ആദർശ് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, തൽക്കാലം നീ ഉണ്ടാക്കിയ ചായ എനിക്ക് വേണ്ട, ഇനി ഒരിക്കലും നീ എൻ്റെ മുന്നിലേക്ക് വന്നു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്നോട് ദേഷ്യപ്പെടുകയാണ് ആദർശ്. അപ്പോഴേക്കും എനിക്ക് സങ്കടം വന്നിട്ട് ഞാനെ പൊട്ടിക്കരയുന്നുണ്ട്. ഞാൻ അക്കാര്യം പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു എന്നൊക്കെ ഞാനെ പറയുന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ സങ്കടമൊന്നും കേൾക്കേണ്ട കാര്യമില്ല. ഇത്രയും കാലം നിൻ്റെ പിറകെ നടന്നിട്ട് ഞാൻ എന്തൊക്കെ ചോദിച്ചിരുന്നു, അമ്മ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയോ, അമ്മയ്ക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ എന്നൊക്കെ ഞാൻ ചോദിച്ചതാണ്. ആ സമയത്ത് പോലും നീ എന്നോടൊരു കാര്യം തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ നീ എന്നെ വിഡ്ഢിയാക്കുകയായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് ആദർശ്. ഞാനും മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും ഇളയച്ഛനും അങ്ങനെ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് നീയും അമ്മയും ഒന്നിക്കുക എന്നത്. അതിനുവേണ്ടി ഞാൻ എത്രയോ തവണ പ്രാർത്ഥിച്ചിട്ട് പോലുമുണ്ട്. എന്നിട്ട് പോലും നിങ്ങൾ രണ്ടുപേരും ഞങ്ങളെ ശത്രുക്കളായിട്ട് കണ്ടിട്ടാണ് സത്യങ്ങളെല്ലാം മറച്ചു വെച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് ആദർശ്. ഈ ഒരു കാര്യം ഞങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളെ വെറുക്കില്ല. ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കാര്യമായിരുന്നു അത് കേട്ട് ഞാനെ പറയുന്നുണ്ട്, എന്നോട് ദേഷ്യമൊന്നും തോന്നല്ല ആദർശേട്ടാ, എന്നെ വെറുക്കരുത്, അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. അത് കേട്ട് ആദർശ് പറയുന്നുണ്ട്, നിനക്കൊന്നും സഹിക്കാൻ പറ്റില്ല അല്ലേ, അതുപോലെ തന്നെയല്ലേ ഞാനും ഒരുപാട് കാലമായി ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് നടന്നത്. എന്നിട്ട് പോലും നീ എന്തിനാണ് ആ സത്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചത്. അങ്ങനെ ആദർശ് നിർത്താതെ ഞാനെ ഇങ്ങനെ വഴക്ക് പറയുന്നുണ്ട്. ആ സമയത്ത് ഞാനെ പൊട്ടിക്കരയുകയാണ്. എന്നാൽ ഇവരുടെ സംസാരം കേട്ടുകൊണ്ടാണ് ദേവ്യാനി അങ്ങോട്ട് വരുന്നത്. ഞാനിയുടെ സങ്കടം കണ്ടിട്ട് ദേവ്യാനിക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ആ സമയം ദേവ്യാനി പറയുന്നുണ്ട്, എന്താ ആദർശം നീ പറയുന്നത്, ഞാൻ ആ കാര്യം മറച്ചു വെച്ചത് നിനക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ, എങ്കിൽ പിന്നെ എൻ്റെ സങ്കടം എത്രമാത്രമാണെന്ന കാര്യം നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നീ നിൻ്റെ അച്ഛനും ചേർന്ന് എല്ലാ കാര്യങ്ങളും എന്നിൽ നിന്ന് മറച്ചു വെച്ച് നടക്കുകയായിരുന്നില്ലേ, എന്നിട്ട് നീ എന്തിനാണ് ഞാനമ്മോളെ കുറ്റപ്പെടുത്തുന്നത്? അതെ, ഞാൻ പറഞ്ഞിട്ടാണ് അവൾ നിന്നോട് കാര്യങ്ങളൊന്നും തുറന്നു പറയാതിരുന്നത്. ഞാനാണ് അവളോട് പറഞ്ഞത് ഈ കാര്യം നിന്നെയല്ല ആരോടും പറയരുതെന്ന്. ആദർശേ, നീ വെറുതെ ഞാനമ്മോളെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല. ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാനമ്മോൾ നിന്നോട് ഒരു കാര്യവും പറയാതിരുന്നത്. അത് കേട്ട് ആദർശ് പറയുന്നുണ്ട്, അതെന്താ അമ്മ ഞങ്ങളോട് പറയാതിരുന്നത്? ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളൊന്നുമല്ല. ഞാനടക്കം എല്ലാവരും ആഗ്രഹിച്ചതാണ് നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പോലും നിങ്ങൾ രണ്ടുപേരും ഒന്നായ കാര്യം ഞങ്ങളെ അറിയിക്കാത്തത് എന്താണ് എന്നൊക്കെ ചോദിക്കുകയാണ് ആദർശ്. ആ സമയം ദേവ്യാനി പറയുന്നുണ്ട്, എനിക്ക് കരൾ തന്ന പെൺകുട്ടിയെ കാണാൻ സാധിച്ചില്ല. നിങ്ങളോടൊക്കെ ഒരുപാട് തവണ ഞാൻ ചോദിച്ചതാണ് ആ കരൾ തന്ന പെൺകുട്ടിയെ കാണിച്ചു തരാൻ, പക്ഷെ നിങ്ങളാരും കാണിച്ചു തന്നില്ലല്ലോ. അങ്ങനെ ദൈവമായിട്ടാണ് എനിക്ക് കരൾ തന്നത് ഞാനമോളാണെന്ന് കാണിച്ചു തന്നത്. എനിക്ക് കരൾ തന്നത് ഞാനമോളാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് കരൾ തന്ന പെൺകുട്ടിയെക്കുറിച്ച് ഞാൻ അന്വേഷണം നിർത്തിവെച്ചത്. അങ്ങനെ എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞതിന് ശേഷം ഈ കാര്യം ആരോടും പറയരുതെന്ന് ഞാനാണ് ഞാനമോളോട് പറഞ്ഞത്. അതുകൊണ്ട് ഞാനമോളെ നീ വെറുക്കരുത് എന്നൊക്കെ പറയുകയാണ് ദേവ്യാനി. അങ്ങനെ ദേവ്യാനി കാര്യങ്ങളെല്ലാം ആദർശനോട് പറഞ്ഞെങ്കിലും ആദർശിൻ്റെ മനസ്സിൽ ഞാനിയോട് വെറുപ്പ് മാത്രമാണ്. അങ്ങനെ പിറ്റേന്ന് ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ആദർശം ഞാനിയും റെഡിയായിട്ട് വരികയാണ്. അങ്ങനെ ആദർശം ഭക്ഷണം കഴിക്കാതെ ഓഫീസിലേക്ക് പോകാൻ നോക്കുന്ന സമയത്ത് എന്താണ് ഒന്നും കഴിക്കാത്തതെന്ന് ഞാൻ ചോദിക്കുന്ന സമയത്ത് ആദർശം മൈൻഡ് പോലും ചെയ്യുന്നില്ല. അങ്ങനെ ഞാൻ ചോദിക്കുന്നുണ്ട്, എന്താ ആദർശേട്ടാ ഒന്നും കഴിക്കാത്തത്, ഓഫീസിലേക്ക് പോവുകയാണോ? അങ്ങനെ ആദർശം ഒന്നും മിണ്ടാതെ പോവുകയാണ്. അങ്ങനെ ഞാൻ ആദർശിൻ്റെ പിറകെ പോകുന്ന സമയത്തും ആദർശം ഒന്നും മിണ്ടാതെ പോവുകയാണ്. എന്നാൽ ഇതെല്ലാം ജലജയും ജാനകിയും കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ജലജ ഞാനിയോട് പറയുന്നുണ്ട്, ആദർശം നിന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു, എന്നിട്ട് പോലും നീ അവനെ ചതിച്ചില്ലേ, പിന്നെ അവൻ എങ്ങനെയാണ് നിൻ്റെ അടുത്തുനിന്ന് കഴിക്കുക എന്നൊക്കെ ജലജ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും ആദർശം ഒന്നും തന്നെ മിണ്ടുന്നില്ല. ആ സമയം ഞാനും പറയുന്നുണ്ട്, നിങ്ങൾ ഇക്കാര്യത്തിൽ ഇടപെടേണ്ട, ഈ പ്രശ്നം വലുതാക്കാനാണ് നിങ്ങൾ നോക്കുന്നത് എന്നൊക്കെ പറയുകയാണ് ഞാന. അപ്പച്ചി, എൻ്റെ ആദർശമായിട്ട് എന്നെ മനസ്സിലാക്കും, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഞാന. അങ്ങനെ സമയത്ത് ആദർശ് ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടാണ് ഈ ഒരുങ്ങി പോകുന്നത്? ആ സമയം ഞാനെ പറയുന്നുണ്ട്, ആദർശേട്ടാ നമുക്ക് ഓഫീസിലേക്ക് പോകേണ്ടേ? അത് കേട്ട് ആദർശ് പറയുന്നുണ്ട്, ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ്, പക്ഷേ നീ അങ്ങോട്ട് വരേണ്ട. എൻ്റെ തോളും ചാരി നിന്ന് നീ എന്നെ ചതിച്ചില്ലേ, ഇനി ഞാൻ എങ്ങനെ നിന്നെ വിശ്വസിക്കാനാ? അതുകൊണ്ട് നീ നിൻ്റെ ജോലി രാജിവെച്ച് അമ്മയുടെ കൂടെ ഇവിടെ നിന്നാൽ മതി. അമ്മായിമ്മയും മരുമകളും പരസ്പരം സ്നേഹിച്ച് ഇവിടെ നിന്നാൽ മതി, അല്ലാതെ നീ ഓഫീസിലേക്ക് വരേണ്ട. നിന്നോടുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു ഞാനെ. എന്നാൽ ആദർശിൻ്റെ വാക്കുകൾ കേട്ട് എനിക്ക് വലിയ സങ്കടമാണ്. അങ്ങനെ ആകെ സങ്കടപ്പെട്ട് പൊട്ടിക്കരയുന്ന ഞാനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.